അപ്പോൾ നമുക്കൊന്ന് ഞണ്ടിൻ്റെ തൊള്ളോട്ട് കയറാം. അപ്പം ഞണ്ട് കറി വയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വലിയ ഉള്ളി, കൊച്ചുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, കാന്താരി മുളക്, പച്ചമുളക്, ഇഞ്ചി, ഇത്ര ഐറ്റങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കിലോ ഞണ്ട് മേടിച്ച് 340 രൂപ 1 കിലോ ഞണ്ടിന് കൊല്ലം വാടി കടപ്പുറത്ത് നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ അത് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്ത ഞണ്ടാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ചേർക്കാനുള്ള മസാല ഐറ്റങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാലക്കൂട്ടൊക്കെ ഞാൻ തന്നെ പ്രത്യേകിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ആർക്കും തൊട്ട് കളിക്കാനുള്ള പരിപാടിയൊന്നും ഞാൻ വീട്ടിൽ പെർമിഷൻ കൊടുക്കാറില്ല. അപ്പം ചട്ടി ഒഴിച്ചു, ചട്ടി ചൂടായി. അതിനുശേഷം നമ്മൾ അതിനകത്ത് വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് ആവശ്യത്തിന് കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവയും ചേർത്തു. ഉലുവ ചേർത്തിട്ട് അതിൻ്റെ കൂടെ പെരിഞ്ചീരകം, പിന്നെ ഒരു 3-4 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. പിന്നെ ചേർത്തിങ്ങനെ കറിവേപ്പിലയാണ്. കറിവേപ്പില കൂടെ തന്നെ നമ്മൾ പച്ചമുളക്, അതിൻ്റെ കൂടെ കാന്താരി മുളക് ചേർത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതൊന്ന് കുറച്ച് വഴട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. അതാണ്ട് ഇതേ ഒരു പരുവത്തിൽ കിട്ടുന്നവരെ വഴട്ടിയെടുക്കുക. ഇനി നമ്മൾ പൊടി ഐറ്റങ്ങളാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് അത് നല്ലോണം ഇളക്കി പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഓരോ മസാല ഇടുമ്പോൾ അതിനനുസരിച്ച് ഇളക്കി പിടിപ്പിക്കുക. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. കുരുമുളക് പൊടി ഇട്ട് അതൊന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി എത്രയാണോ ഇടുന്നത് അതിൻ്റെ പകുതി മല്ലിപ്പൊടി ചേർക്കാറുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ മുളക് പൊടി ആവശ്യത്തിന് ഇട്ടുക. അത് നന്നായിട്ടൊന്ന് ബ്രൗണിഷ് ആകുന്നവരൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതിനകത്ത് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിടുക. പിന്നെ ചെറുതായിട്ട് ഈ മസാല ചേർത്തിട്ടുണ്ട്. ഗരം മസാല, ഫിഷ് മസാല കുറച്ച് ചേർത്താൽ പിന്നെ അതിൻ്റെ കൂടെ 2 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലോട്ട് ചേർക്കുക. ചേർത്ത് അതിനകത്ത് മസാലകൾ നല്ലോണം പിടിപ്പിച്ച് നല്ല സെറ്റാക്കി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. അതായത് നമ്മൾ ഞണ്ടൊന്ന് മുകളിലോട്ടൊന്ന് നിൽക്കുന്ന തരത്തിൽ വെച്ച് വെള്ളം ഒഴിച്ച് അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങയുടെ പാലിടുക. തേങ്ങയുടെ പാല് കിട്ടിയില്ലെങ്കിൽ പാടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പൗഡർ കിട്ടും. അപ്പോൾ ഒരു ചൂടുവെള്ളത്തിലൊന്ന് സെറ്റ് ചെയ്ത് ഒഴിച്ചാൽ മതി. അതിനുശേഷം അടച്ച് മൂടി വെക്കുക. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അത് ലോ കുക്കിൽ ഉപയോഗിക്കുമ്പോൾ അതേ പരുവത്തിൽ സെറ്റായി കിട്ടും സാധനം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോണത് കപ്പയാണ്. കപ്പയെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചീനി എന്നും പറയും. പിന്നെ ഞണ്ടും, പിന്നെ കാന്താരി കുറച്ച് ചേർത്ത് കുറച്ച് തൈരും ഉണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ കപ്പയൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്തായാലും എടുത്ത് കഴിച്ചു. സാധ്യം തന്നെ ആയിരുന്നു. പിന്നെ അതിനോട് കുറച്ച് ചോറും ഇട്ട്, കുറച്ച് കപ്പയും കുറച്ച് ഞണ്ടും കൂടെ ഇട്ട്, അപ്പോൾ അതും കൂടെ സെറ്റാക്കി കഴിച്ച് നല്ല സെറ്റായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.